ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ 3 ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് സിറപ്പായി വന്നിട്ടുണ്ട്. ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഗോതമ്പ് പൊടി എടുത്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടാതെ വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം ചൂടോടുകൂടിയിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. നേരെ ചൂടോടുകൂടിയാണ് ഞാനിതിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ടയൊക്കെ മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ നെയ്യൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നെയ്യിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് തേങ്ങാക്കൊത്ത്. അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ നന്നായിട്ടത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വരണവരേക്ക് നമുക്കിതൊന്ന് വാട്ടിയെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത ഉള്ളി തേങ്ങയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെയും തേങ്ങയുടെയൊക്കെ നല്ല ഒരു സ്മെല്ല് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കുഞ്ഞി കലത്തപ്പം. ഇപ്പോൾ നമ്മുടെ മാവിന് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിയുടെ ആവശ്യമില്ല. അതുകൊണ്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അധികം വെള്ളം ചേർത്ത് കൊടുക്കരുത്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ഏലക്കാപ്പൊടിയും നമ്മുടെ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുഞ്ഞി കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കുഞ്ഞി കലത്തപ്പം വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുഞ്ഞി കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. ഇത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.